guys, it's me MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും നമ്മൾ കണ്ടതാണ്. പത്രമാധ്യമങ്ങളിലൂടെയും അല്ലാതെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടെല്ലാം നമ്മൾ കണ്ടറിഞ്ഞതാണ്. അതേസമയത്ത് തന്നെ അധ്യാപകർക്കിടയിൽ വലിയൊരു ചർച്ച തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡിസംബർ മാസത്തിൽ നടക്കുന്ന ക്രിസ്മസ് പരീക്ഷ തൊട്ട് നല്ല രീതിയിൽ ചോദ്യപേപ്പറിൽ നല്ലൊരു മാറ്റം തന്നെ വരുത്തണമെന്നുള്ള അധ്യാപകർക്കിടയിലുള്ള സംസാരങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്കും എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക. അപ്പോൾ നോക്കുന്ന സമയത്ത് ചോദ്യപേപ്പറിൻ്റെ പാറ്റേൺ മാറാനോ അല്ലെങ്കിൽ ചോദ്യപേപ്പറുകൾ പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ രീതിയിൽ കുട്ടികളുടെ കോൺസെപ്റ്റ് ക്ലിയർ ആണോ എന്ന് അറിയിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെ മേ ബി പരീക്ഷാ പേപ്പറിൽ ഒരു മാറ്റം വന്നേക്കാം. അതേ സമയത്ത് ചോദ്യപേപ്പർ കുറച്ച് മുന്നേ സ്കൂളുകളിൽ എത്തിക്കുമ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും ഒരു ഓട്ടോക്കാരനോ അത് കൊണ്ടുതരുന്ന ഓട്ടോക്കാരനോ സ്കൂളിലെ ഒരു സാധാരണ പ്യൂണോ വിചാരിച്ചാൽ ഇത് ചോരാനുള്ള സാധ്യത 99.9% എന്ന് അധ്യാപകർ തന്നെ പറയുന്നുമുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ചോദ്യപേപ്പർ ചോർച്ച കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമല്ല. യൂട്യൂബ് ചാനലുകളിൽ മാത്രമാണ് തലേ ദിവസം രാത്രി പ്രൊഡിക്ഷൻസും ലൈവുകളൊക്കെ വരുന്നതെങ്കിലും പല സ്കൂളുകളിലും പല ട്യൂഷൻ സെൻ്ററുകളടക്കം ചോദ്യങ്ങൾ പ്രവചിക്കുകയല്ല, ചോദ്യങ്ങൾ പറഞ്ഞു കൊടുക്കാറ് വരെയുണ്ട്. എക്സാമിൻ്റെ തലേ ദിവസം പല സ്കൂളുകളിലെ ടീച്ചേഴ്സും വന്നിട്ട് മക്കളെ ഗാൽവാനിസലിൽ പഠിക്കാനുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ പഠിക്കാൻ, അതൊന്ന് പഠിച്ചേക്കണേ എന്നൊക്കെ പറഞ്ഞ വോയിസുകളടക്കം വലിയ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ശരി, ഈ ഒരു വിവാദങ്ങൾക്കിടയിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ ഒരു കണ്ടീഷനിൽ നല്ലവരായ അധ്യാപകർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ക്രിസ്മസ് പരീക്ഷയ്ക്കെങ്കിലും കുട്ടികൾക്ക് കോൺസെപ്റ്റ് പരമായിട്ടുള്ള ചോദ്യങ്ങൾ വരട്ടെ, അല്ലെങ്കിലോ ചോദ്യങ്ങൾ മുന്നേയുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കാത്ത വിധത്തിൽ ചോദ്യങ്ങളിൽ ചില ചേഞ്ചസ് വരട്ടെ, പാറ്റേണുകളൊക്കെ മാറട്ടെ. മാത്രമോ ചോദ്യപേപ്പർ തലേ ദിവസം വേണ്ട, പിറ്റേ ദിവസം നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ചെയ്യുന്നത് പോലെ മോർണിംഗിൽ എന്ത് ചെയ്യുക, ആ ഒരു ചോദ്യപേപ്പറിൻ്റെ PPT ഫയൽ ഓർ PDF ഫയൽ അതത് സ്കൂളിലെ HMന് അയച്ചു കൊടുക്കുക, അവരവിടെ നിന്ന് പ്രിൻ്റ് എടുക്കട്ടെ, എന്നിട്ട് എക്സാം നടത്തട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴൊന്നും ചോദ്യപേപ്പർ എന്താവാനില്ല, ചോരാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ക്രിസ്മസ് പരീക്ഷ കടുപ്പമാക്കിയേക്കും എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് എല്ലാവരും എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പ്രിയപ്പെട്ട MS സൊല്യൂഷൻസിനെ ഫോളോ ചെയ്യുന്ന കുട്ടികൾ ഒരിക്കലും വ്യാകുലതപ്പെടേണ്ട ആവശ്യമില്ല. ഓണപ്പരീക്ഷയേക്കാൾ അടിപൊളിയായിട്ട് ക്രിസ്മസ് പരീക്ഷയും നമ്മൾ എളുപ്പമാക്കും. അതെങ്ങനെയെന്നല്ലേ, അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ലൈവായിട്ട് നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ പറയുന്ന മെത്തേഡിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ ക്രിസ്മസിന് ഇനി ആര് വന്ന് ചോദ്യപേപ്പർ ഇട്ടാലും അതിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതിയിരിക്കും. അതിനുള്ള ബെസ്റ്റ് മെത്തേഡുകളും ഇനിയോ ചോദ്യപേപ്പറിനേക്കാൾ അപ്പുറത്തേക്ക് ഉത്തരങ്ങൾ പഠിക്കുക എന്നുള്ളൊരു സംഗതി കൂടിയുണ്ട്. അതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും? ഏറ്റവും ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സുകളാണ് ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിറഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ഈ ടഫസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളെ എങ്ങനെ നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റും, അതിനൊക്കെയുള്ള ട്രിക്കുകളുമായിട്ടാണ് MS സൊല്യൂഷൻ ഈ വരുന്ന സെപ്റ്റംബർ 25 ബുധനാഴ്ച രാത്രി 7 മണിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നിങ്ങൾ വന്നേ പറ്റുള്ളൂ. നിങ്ങളെ പഠിപ്പിക്കാൻ, നിങ്ങൾക്ക് വേണ്ട മെത്തേഡുകൾ പറഞ്ഞു തരാൻ MS റെഡിയാണ്. ഈ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടില്ലേ, ലൈവിൻ്റെ ലിങ്ക്. ആ ലൈവിൻ്റെ ലിങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്യുക, നോട്ടിഫൈ മീ എനേബിൾ ചെയ്ത് വെക്കുക, ലൈക്ക് അടിച്ച് വെക്കുക. വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട. മറ്റന്നാൾ ബുധനാഴ്ച രാത്രി 7 മണിക്ക് നിങ്ങൾ നേരെ ചാനലിലേക്ക് വന്നാൽ മതി. ബെസ്റ്റ് മെത്തേഡ്സ്, എങ്ങനെ ക്രിസ്മസ് പരീക്ഷ ടഫാക്കിയാലും ആ ടഫായിട്ടുള്ള പരീക്ഷകളെ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ എഴുതിയെടുക്കാനുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ, ബെസ്റ്റ് ട്രിക്സ് ആൻഡ് ടിപ്സ് ആണ് നിങ്ങൾക്ക് ബുധനാഴ്ച രാത്രി 7 മണിക്ക് MS റിവീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ വരില്ലടാ, വരുമെന്ന് ഉറപ്പുള്ളവരെന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിർബന്ധമായിട്ടും വന്നേ പറ്റുള്ളൂ. ക്രിസ്മസ് പരീക്ഷ മാത്രമല്ല, മോഡൽ എക്സാമും മെയിൻ എക്സാമും എല്ലാം നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കും. സെറ്റല്ലേ? സോ നേരെ സെപ്റ്റംബർ 25-ാം തീയതി ബുധനാഴ്ച രാത്രി 7 മണിക്ക് നടക്കുന്ന ലൈവിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.